TG വളരെ കാലത്തിന് ശേഷം, അതായത് വലിയ സ്ഫോടനങ്ങളൊന്നും ഉണ്ടാകാത്തൊരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഭാരതത്തിൻ്റെ അവസ്ഥ. പക്ഷേ ഇന്നലെ ഡൽഹിയിൽ സ്ഫോടനം ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ അത് കുറച്ചൊരു വലിയ രീതിയിലുള്ള സ്ഫോടനമാണ് ഉണ്ടായിരിക്കുന്നത്. 10ലധികം പേര് മരിച്ചു. അതിനു മുന്നേ തന്നെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ പിടിച്ചു, ഡോക്ടർമാർ അറസ്റ്റിലായി. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒരു വലിയ പ്ലാനിങ് എവിടേക്കോ തയ്യാറാവുന്നു എന്നുള്ളതാണോ ഇതിനകത്ത് മനസ്സിലാക്കുന്നത്? ഇതേ ഈ കുറേ കാലത്തിന് ശേഷം സ്ഫോടനം നടന്നു എന്ന് പറയുന്നത് ഒരു വസ്തുതയാണ്. ബട്ട് ഒരുപാട് സ്ഫോടനങ്ങൾ നടക്കാതെ പോയി എന്നുള്ളത് വസ്തുതയാണ്. അതാണ് സുരേഷ് ഗോപി പറഞ്ഞത്. കഴിഞ്ഞ 30 ദിവസത്തിനിടയ്ക്ക് 8 തവണ സ്ഫോടനം നടത്താനുള്ള ശ്രമങ്ങൾ ഈ സെക്യൂരിറ്റി ഏജൻസീസ് നിഷ്ഫലമാക്കിയിരുന്നു. ഇതിനകത്ത് സെക്യൂരിറ്റി ഏജൻസിയുടെ ഒരു ദുരിതം എന്താണെന്ന് വെച്ചാൽ, ഒരേ ഒരു തവണ ജയിച്ചാൽ മതി തീവ്രവാദികൾക്ക് ആഘോഷിക്കാൻ. ഒരേ ഒരു തവണ തോറ്റാൽ മതി സെക്യൂരിറ്റി ഏജൻസി എല്ലാവരും കൂടെ കുറ്റം പറയുകയും ചെയ്യും. 99 സ്ഫോടനം അവർ തടഞ്ഞത് ആരും മൈൻഡ് ചെയ്യില്ല. 100ാമത്തെ സ്ഫോടനം എന്തുകൊണ്ട് നടന്നു? സുരക്ഷാ വീഴ്ച എന്നൊക്കെ പറഞ്ഞ് വളർന്നു. മറ്റവരുടെ 99 അറ്റംപ്റ്റും ഫെയിലായി എന്നുള്ളത് ആൾക്കാർ മറക്കും. ഒരു തവണത്തെ അവരുടെ വിജയം അവർ ആഘോഷിക്കും. അപ്പോൾ ഈ ഒരു പ്രശ്നം സെക്യൂരിറ്റി ഏജൻസികൾക്ക് എന്നും ഉണ്ട്. അപ്പോൾ ഇന്നലെയാണ് ഈ മേജർ ഈ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും ഒക്കെ കണ്ടെടുത്ത വാർത്ത പുറത്തു വരുന്നത്. അതിനു മുമ്പുണ്ടായ സംഭവങ്ങളുടെ വാർത്തയും നമ്മുടെ കയ്യിലില്ല. അത് അവരാരും ആരെയും അറിയിക്കാറില്ല. സാധാരണ ഇപ്പോൾ എൻ്റെ വീടിൻ്റെ നേർക്ക് ഒരാൾ ബോംബുമായിട്ട് വരുന്നു, പോലീസ് അയാളെ പിടിക്കുന്നു എന്ന് വെച്ചോ, പോലീസ് അത് എന്നോട് പറയുമൊന്നുമില്ല, വെറുതെ പറഞ്ഞ് പേടിപ്പിക്കേണ്ട. അങ്ങനെ ആ ഏരിയയിൽ സെക്യൂരിറ്റി വർദ്ധിപ്പിക്കും. പക്ഷേ പേഴ്സണലി നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ ഒരാൾ ബോംബുമായിട്ട് വന്നിരുന്നു കേട്ടോ, സൂക്ഷിക്കണം, ഇങ്ങനെ പറയുന്ന ഏർപ്പാടില്ല. കാരണം ഈ പറയുന്നതോടെ ഇയാൾ സൂക്ഷിക്കുക മാത്രമല്ല, ഇയാൾ ബോധം കെട്ടും കൂടെ വീഴും. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ഇൻസിഡൻസ് അവർ പുറത്ത് പറയാറില്ല. ഈ ടെററിസ്റ്റ് ആക്ടിവിറ്റി കുറഞ്ഞത് വളരെ ശക്തമായ നടപടികൾ കൊണ്ടാണ്, അല്ലാതെ ടെററിസ്റ്റുകൾ ഇല്ലാതെ ആയതുകൊണ്ടല്ല. നരേന്ദ്രമോദി വന്നു, ഇനി വീട്ടിൽ പോകാൻ ഇനി രക്ഷയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ആരും പോയതല്ല. പുറത്തിറങ്ങിയാൽ അടി കിട്ടും എന്നുള്ള ഭീഷണി, അത്രയധികം സെർച്ച്, ക്യാപ്ചറിങ്, അത് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവർ ഒതുങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു കാലത്തും ഈ ആശ്വസിക്കാൻ സമയമായി എന്ന് പറയില്ല. ഇതിൻ്റെ ഒരു സൈദ്ധാന്തികമായ കാരണം അന്വേഷിച്ചാൽ യോഗി ആദിത്യനാഥിൽ പോയാണ് ഇത് നിൽക്കുന്നത്. യോഗി ആദിത്യനാഥ് ഒരു 3 ആഴ്ചയായി ഇപ്പോൾ. യോഗി ആദിത്യനാഥ് പറഞ്ഞു, നമ്മളുടെ ഏറ്റവും വലിയ ഭീഷണി പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. അത് പറയാൻ രാഷ്ട്രീയക്കാർക്ക് പേടിയാണ്. എനിക്ക് ആ പേടിയില്ല, ഞാൻ തുറന്ന് പറയുന്നു. നിങ്ങൾ ബ്രിട്ടീഷ് സാമ്രാജ്യം വരുത്തിയ കുഴപ്പങ്ങൾ, അറംഗസീബ് ചെയ്ത്, അതൊക്കെ എത്രയോ കാലം മുമ്പാണ്. ഇപ്പോൾ നമ്മളെ കൺഫ്രണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന് അദ്ദേഹം നേരിട്ടത് അതിന് മുമ്പുള്ള, ഇത് ബീഹാറിലെ പ്രസംഗമായിരുന്നു. ഉത്തർപ്രദേശിൽ അദ്ദേഹം പ്രസംഗിച്ചത്, ഒരു കവലയിൽ ലഹള നടന്നാൽ അടുത്ത കവലയിൽ യമരാജൻ നിൽക്കുന്നുണ്ടാവും. എന്തൊരു ത്രട്ടനിങ് ആണെന്ന് ആലോചിച്ചു. പിടിച്ചു കെട്ടിയ പോലെയാണ് ബറേലിയിലേക്ക് ലഹളയെല്ലാം നിന്നത്. അടുത്ത കവലയിൽ ഞാൻ കാണുന്നത് യമരാജൻ അവിടെ നിൽപ്പുണ്ടാവും. ഇത് പറയാൻ ചങ്കൂറ്റമുള്ള ഒരാൾ യോഗി മാത്രമാണ്. അപ്പോൾ ഇതെല്ലാം ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ അസാമാന്യമായിട്ട് പ്രതിരോധത്തിലാക്കി. അവരുടെ കൂടെയുള്ളവർ തന്നെ, ഇത്രയ്ക്ക് വിലയില്ലാതായിപ്പോയത് നമുക്ക്. ബട്ട് അവർ സ്വമേധയാ ഒരു സ്ഫോടനവും ഇന്ത്യയിൽ നടത്തുന്നില്ല. ഇതെല്ലാം പാകിസ്ഥാൻ്റെയും ISIയുടെയും ഡിസൈനാണ്. എക്സിക്യൂട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇവരെല്ലാം. ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യണം എന്നവർ തീരുമാനിക്കും, അത് ചെയ്യും. അല്ലാതെ നിരാശ വന്നു കഴിയുമ്പോൾ, ഇനിയിപ്പോൾ ഇന്നൊന്നും നടക്കുന്നത്, കയ്യിലുള്ള എല്ലാം കൂടെ എടുത്തിട്ട് പൊട്ടിക്കളാം എന്ന് പറഞ്ഞു, അങ്ങനത്തെ ഇക്വേഷനൊന്നും അവർക്കില്ല. ഇപ്പോൾ നമുക്ക് ഇതിലൊക്കെ പെട്ടത് ക്വാളിഫൈഡ് ഡോക്ടേഴ്സല്ലേ, പ്രാക്ടീസിങ് ഡോക്ടേഴ്സാണ്. മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ് ആദിൽ അഹമ്മദ്. അപ്പോൾ ഇവർ നിസ്സാരക്കാരല്ല. പെട്ടെന്ന് വികാരത്തിന് അടിപ്പെട്ട് എവിടെയെങ്കിലും തീ വയ്ക്കുക, അതൊക്കെ ഫ്രസ്ട്രേറ്റഡ് ആവുന്നതിൻ്റെ ലക്ഷണമാണ്.
ഫ്രസ്ട്രേറ്റഡ് ആവാത്ത ആളുകളെ നോക്കിയാണ് ഇവർ തീവ്രവാദ പ്രവർത്തനത്തിന് റിക്രൂട്ട് ചെയ്യുന്നത് തന്നെ. അല്ലെങ്കിൽ ഇത് പാളിപ്പോകും മൊത്തം. ചെറിയൊരു നിരാശയിൽപ്പെട്ട് ഇനിയിപ്പം നടക്കില്ല, ദേ കിടക്കുന്നു തോക്കും പണ്ടാരം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനെ അവർ റിക്രൂട്ട് ചെയ്യില്ല. അവർ റിക്രൂട്ട് ചെയ്ത് വളരെ ബാലൻസ് മൈൻഡായിട്ട് എല്ലാം അണ്ടർ ഇൻസ്ട്രക്ഷൻ മാത്രമേ ചെയ്യുള്ളൂ. എത്ര ചെയ്യാൻ പറഞ്ഞോ അത്രയുമേ ചെയ്യുള്ളൂ. തോക്ക് കയ്യിലുണ്ടായാലോട് പറയും നിങ്ങൾ 10 പേരെ കൊന്നാൽ മതി എന്ന് പറഞ്ഞാൽ 10 എണ്ണത്തെ കൊല്ലുക. ഉണ്ടയൊക്കെ ബാക്കിയുണ്ട്, 2 പേരെ കൂടെ വെടിവെക്കാം എന്ന് വിചാരിക്കില്ല. അത്രയ്ക്ക് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഫോഴ്സാണ് അവരുടെ, അങ്ങനെയുള്ള ഡിസൈനാണ് അവരുടെ. അതുകൊണ്ട് ഇതെല്ലാം യാദൃച്ഛികമായിട്ട് സംഭവിക്കുന്നു എന്ന് വിചാരിക്കുന്നവർ വിഡ്ഢികളായിരിക്കും. ഈ നേരത്തെ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി പറഞ്ഞിരുന്നു, അതായത് ഇനി ഒരു ആക്രമണം ഉണ്ടായാൽ അത് ഭീകരാക്രമണമായി തന്നെ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെയുള്ള യുദ്ധമായി തന്നെ കണക്കാക്കും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിനെങ്ങനെ അങ്ങനെ ആ രീതിയിലൊക്കെ ഒരു മറുപടി ഉണ്ടാവുമോ? ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ വാർത്ത വന്നത് പാകിസ്ഥാൻ അവരുടെ എല്ലാ എയർപോർട്ടിലെയും സെക്യൂരിറ്റി വർദ്ധിപ്പിച്ചു. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യം, ഈ ഡൽഹി എയർപോർട്ടിൽ എയർ ട്രാഫിക് കൺട്രോൾ ATC ടെക്നിക്കൽ ഗ്ലിച്ച് വന്നു. 800 ഫ്ലൈറ്റോളം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള ഡിലേ ആയി ആകെ അവ്യവസ്ഥയായി. ഈ സംഭവം വാസ്തവത്തിൽ ഒരു അട്ടിമറിയായിരുന്നു. അത് ഒരു TV ചാനലും ആരും ചർച്ച ചെയ്തില്ല, കാണിച്ചില്ല, എഴുതിയില്ല. പക്ഷേ ഇതുപോലത്തെ സൈബർ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതിനകത്ത് കളിയുണ്ടോ എന്ന് പരിശോധിക്കുന്ന വലിയൊരു വിഭാഗം ആൾക്കാരുണ്ട്, എസ്പെഷ്യലി ഇൻ്റലിജൻസിലെ ആൾക്കാർ. അത് ക്ലിയറായിട്ട് മനസ്സിലായി അത് GPS സ്പൂഫിംഗ് ആയിരുന്നു എന്നുള്ളത്. DGCA സമ്മതിച്ചു. അത് DGCA പറഞ്ഞു ശരിയാണ്, അത് സ്പൂഫിംഗ് ആയിരുന്നു, അതാര് ചെയ്തു എന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇൻ്റലിജൻസുകാർ പറയുന്നത് ഇറ്റ് ഹാസ് ടു ബി ഫ്രം പാകിസ്ഥാൻ. കാരണം ഡൽഹിയിൽ നിന്ന് ഒരു 450 കിലോമീറ്ററാണ് പാകിസ്ഥാൻ അതിർത്തി. പാകിസ്ഥാൻ അതിർത്തിയിൽ എപ്പോഴും ഇന്ത്യൻ പട്ടാളത്തിനെതിരെ അവരും നമ്മൾ അവർക്കെതിരെയും ഒക്കെ ഉപയോഗിക്കുന്ന ഏർപ്പാടാണ് ഈ സ്പൂഫിംഗ്, വിമാനങ്ങളുടെ ദിശ തെറ്റിക്കുക. ഇപ്പോൾ ഡൽഹിയിൽ വന്ന് ഇറങ്ങാനായിട്ട് ആലോചിക്കുന്ന വിമാനം പെട്ടെന്ന് ഞാൻ ചണ്ഡീഗഡിലാണെന്ന് തിരിച്ചറിയും. അപ്പോൾ അയാൾ ATCയിൽ പറയും ഞാൻ ചണ്ഡീഗഡിലാണ്. വാട്ട് ഫൂളിഷ്നെസ്, എനിക്ക് കാണാൻ തന്നെ താൻ ഡൽഹിയിലാണ്. ഇല്ല, എൻ്റെ ഇൻസ്ട്രുമെൻ്റ് ഇങ്ങനെ കാണിക്കുന്നു. അപ്പോൾ പിന്നെ എല്ലാം ഒരു സ്വിച്ച് നമുക്ക് ലെറ്റസ് ഡു ഇറ്റ് മാനുവലി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് താമസിക്കും. ഇറങ്ങിയോ ഇപ്പോൾ എത്രയായി? 4000 അടിയായി. 4000 ആണെന്ന് ഉറപ്പാണല്ലോ. അന്നിക്ക് ഞാൻ അതിനിടയ്ക്ക് പുറത്തുനിന്ന് ലക്നൗ നിന്ന് ഫ്ലൈറ്റ് വരുന്നു. ഇങ്ങനെയൊക്കെ മാനുവലി ചെയ്യുക. അതാണ് ഡൽഹിയിൽ സംഭവിച്ചത്. ഞാനീ പറഞ്ഞത് അതിൻ്റെ ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് മാത്രമാണ്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. അവരുടെ ഓട്ടോമാറ്റിക് സ്വിച്ചിങ് സിസ്റ്റം തകരാറിലായി. GPS-ൻ്റെ സ്പൂഫിംഗ് നടന്നു. ഡൽഹിയിൽ നിന്ന് 2500 കിലോമീറ്റർ അകലെയാണെന്നൊരു പൈലറ്റ് റിപ്പോർട്ട് ചെയ്തു. അയാൾ പറക്കുന്നത് ലക്നൗവിനോ അതോ വേറെ ഏതോ ഇന്ത്യക്കുള്ളിലൊരു സ്ഥലത്തേക്കാണ്. ബട്ട് അയാളുടെ ഇൻസ്ട്രുമെൻ്റ് കാണിക്കുന്നത് യു ആർ 2500 കിലോമീറ്റേഴ്സ് എവേ ഫ്രം ഡൽഹി. അയാൾ എന്ത് ചെയ്യും? ഇതിനെ വിശ്വസിക്കണോ? എന്ത് ചെയ്യണം? അപ്പോൾ ഈ കൺഫ്യൂഷൻ ഉണ്ടാക്കിയത് പാകിസ്ഥാനാണ്, ഒരു സംശയമില്ല അക്കാര്യത്തിൽ. അവരുടെ ഒരു സൈബർ അറ്റാക്ക് ആയിരുന്നു അത്. ദേ വർ ഷോയിങ് ദാറ്റ് ഹൗ കേപ്പബിൾ വി ആർ. നോക്ക്, ഡൽഹിയിലെ പാർഷ്യലി ബോംബെ എയർപോർട്ടിൽ ഇത് സംഭവിച്ചു, പാർഷ്യലി. അവിടെ പക്ഷേ മുഴുവൻ അവർക്ക് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മുടെ ഫ്ലൈറ്റുകൾ ജയ്പൂരിനും ലക്നോയ്ക്കും എല്ലാം ഡൈവേർട്ട് ചെയ്യേണ്ടി വന്നു. അങ്ങനെ അത് ഇപ്പോഴും അത് ശരിയായിട്ടില്ല. ഡൽഹി എയർപോർട്ട് മുഴുവൻ 100% ഫങ്ഷണലായിട്ടില്ല. അപ്പോൾ ഇതിന് തിരിച്ചടി കിട്ടുമെന്ന് പാകിസ്ഥാൻ അറിയാം. അതുകൊണ്ട് പാകിസ്ഥാൻ അവരുടെ എല്ലാ എയർപോർട്ടും ഹൈ അലർട്ടിലൊക്കെ വെച്ചിരിക്കുന്നു. ഹൈ അലർട്ട് കൊണ്ടൊന്നും ഈ സൈബർ അറ്റാക്ക് തടയാൻ പറ്റില്ല. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഈ സ്പൂഫിംഗ് അവർക്കെതിരെ ചെയ്തിരുന്നു. ലോകത്ത് ഇപ്പം ഞാൻ വെറുതെ ഈ ജെമിനെ എടുത്ത് നോക്കിയപ്പോൾ 4,30,000 സ്പൂഫിംഗ് ഇൻസിഡൻസാണ് ലോകത്ത് കഴിഞ്ഞ വർഷം നടന്നിരിക്കുന്നത്, കഴിഞ്ഞ 12 മാസത്തെ. പക്ഷേ അത് നടന്നിരിക്കുന്നത് മുഴുവൻ ഈ വാർ സോണിലാണ്. റഷ്യ ഉക്രൈൻ, അർമേനിയ അസർബൈജാൻ, ഇസ്രായേൽ ഗസ, ഇസ്രായേൽ ലെബനൻ, ഇസ്രായേൽ യമൻ,
പിന്നെ മറ്റേ സുഡാൻ, അവിടെ ഇവിടെയൊക്കെയാണ് ഇത് നടന്നിരിക്കുന്നത്. സുഡാനിൽ ഇപ്പോഴും പ്രാകൃതമായ യുദ്ധം നടക്കുന്നതുകൊണ്ട് അവിടെ വലിയ സൈബർ, കാരണം അവരുടെ സൈബറും സംഗതിയൊന്നുമില്ല. അവർ കവളം മടലൊക്കെ എടുത്ത് അടിച്ചാണ് യുദ്ധം നടത്തുന്നത്. അതാണ് സ്ഥിതി. അപ്പോൾ ഇങ്ങനെ ലോകം മൊത്തം 430,000 സ്പൂഫിങ് ഇൻസിഡൻസ്. അപ്പോൾ സ്പൂഫിങ് ഹാസ് ബിക്കം സോ കോമൺ ദാറ്റ് ഇപ്പോൾ സാധാരണ ആൾക്കാർക്ക് പോലും സ്പൂഫിങ്, എനിക്കും വായിജത്തിനും സ്പൂഫിങ് ചെയ്യാം, അതിന് പറ്റിയ ഉപകരണങ്ങൾ കിട്ടാനുണ്ട്. ഈ രീതിയിൽ എത്തി. അപ്പോൾ ഇത് മറികടക്കാനാണ് നമ്മളുടെ നാവിക്, ISRO ഡെവലപ്പ് ചെയ്ത നാവിക് ഡെവലപ്പ് ചെയ്തു. ഇറ്റ്സ് എ ഹൈലി സക്സസ്ഫുൾ തിങ്. ബട്ട് ഓൺലി തിങ്, അത് നമ്മളുടെ കൊമേർഷ്യൽ എയർപോർട്ടുകളിലൊക്കെ കൊണ്ടുവന്ന് മറ്റ് സിസ്റ്റവുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തൊക്കെ റെഡിയാക്കാനായിട്ട് സമയമെടുക്കും. അതനുസരിച്ച് നാവിക്കിൽ മോഡിഫിക്കേഷൻ വരുത്തിയൊക്കെ വളരെ വേഗത്തിൽ അവർ ആ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു മിനിമം സമയം എടുക്കുമല്ലോ. അതാണ് അതിൻ്റെ ഒരു അന്തരാളഘട്ടമാണ്. നമ്മളുടെ CDS അനിൽ ചൗധരി ഇത് പറഞ്ഞല്ലോ, അടുത്ത യുദ്ധം അതിൻ്റെ ടെറൈൻ ഭൂമിയോ ആകാശമോ ഇപ്പോൾ സൈബർ ലോകത്തായിരിക്കും അതിൻ്റെ. അപ്പോൾ അങ്ങനെ അവർക്ക് ഇന്ത്യൻ പട്ടാളത്തിന് ഇതറിയാം, ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അടുത്ത യുദ്ധത്തിൽ ചിലപ്പോൾ പീരങ്കിയോ അല്ലെങ്കിൽ ആർട്ടിലറിയോ വിമാനങ്ങളോ ഉണ്ടാവില്ല, സൈബർ രംഗത്തെ യുദ്ധമായിരിക്കും. അത് വെച്ചിട്ട് നഗരങ്ങളെ സ്തംഭിപ്പിക്കാൻ പറ്റും. നമ്മളുടെ GPS സ്വിച്ച് ഓഫ് ചെയ്ത് GPS സ്പൂഫ് ചെയ്തു എന്ന് വയ്ക്കുക. എറണാകുളം നഗരത്തെ സ്തംഭിപ്പിക്കാൻ എത്ര നേരം വേണം? Gmail പ്രവർത്തിക്കാതെയാകുന്നു, നമ്മളുടെ എല്ലാ സിസ്റ്റവും താറുമാറാകും. ഇത് ഒരു ഭീഷണിയോ ഗൂഢാലോചനയോ അല്ല, ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. നയാറ റിഫൈനറിയിൽ വിൻഡോസ്, മൈക്രോസോഫ്റ്റ് അവർ ഇത് സ്വിച്ച് ഓഫ് ചെയ്തല്ലോ അവരുടെ സിസ്റ്റം. അതെ, 2 ദിവസത്തേക്ക് വർക്ക് ചെയ്തില്ല. ഇപ്പോൾ അവർ സോഹോയിലേക്ക് മാറുന്നു. മറ്റവരത് സിസ്റ്റം ഞങ്ങൾ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതാണെന്നൊക്കെ പറഞ്ഞു. അബദ്ധമൊന്നുമല്ല, ഇറ്റ് വാസ് എൻ ഇൻഫോംഡ് ഡിസിഷൻ. അമേരിക്കയുടെ ഡിസിഷനായിരുന്നു അത്. നയാറ റിഫൈനറി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു, സ്വിച്ച് ഓഫ് ചെയ്ത അവൻ്റെ വിൻഡോസ് സിസ്റ്റം മുഴുവൻ. ദിസ് വാസ് ഇൻഫോംഡ് ഡിസിഷൻ. ബോധപൂർവം എടുത്തതാണ്, അല്ലാതെ അബദ്ധം പറ്റിയതൊന്നും അല്ല അത്. അപ്പോൾ ബോധപൂർവം ഇത് ചെയ്യാൻ പറ്റും. അവർ ചെയ്യുന്നില്ല, അതുകൊണ്ട് നമ്മൾ ഹാപ്പിലി നടക്കുന്നു. ബട്ട് ചെയ്യാൻ അവർക്ക് പറ്റും എന്നുള്ളതൊരു ഭീഷണിയല്ലേ. ഇത് നമുക്കും ചെയ്യാൻ പറ്റും, നമ്മളും ചെയ്യുന്നുണ്ട് പാകിസ്ഥാനെതിരെ. അപ്പോൾ അതിൽ ആര് ജയിക്കും എന്നുള്ള ഒരു ചോദ്യമുണ്ട്. നമ്മളെ സഹായിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നമുക്ക് നമ്മുടേതായ സിസ്റ്റംസൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്ത ഒരു തിരിച്ചടി ഉണ്ടാകും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ബട്ട് തിരിച്ചടി ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂർ പോലെ ഒരു തൃശ്ശൂർ പൂരത്തിൻ്റെ കാഴ്ചയായിരിക്കുമോ എന്നെനിക്ക് സംശയമുണ്ട്. അടിക്കും എന്നുള്ളത് ഉറപ്പാണ്. ബട്ട് ആ അടി ചിലപ്പോൾ ഈ സോഫ്റ്റ്വെയറിലാണ് സംഭവിക്കുന്നതെങ്കിൽ, സൈബർ ലോകത്താണ് സംഭവിക്കുന്നതെങ്കിൽ നമുക്കത് നേരിട്ട് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. ഇപ്പോൾ പാകിസ്ഥാൻ്റെ ബാങ്കിങ് സിസ്റ്റം ടപ്പം നിന്നു പോകുന്നു. 48 മണിക്കൂറായി ശരിയാകും. സകല കാര്യങ്ങളൊന്നും മുടങ്ങുകയാണ്. അവരുടെ ഇമ്പോർട്ട് എക്സ്പോർട്ട്, അവരുടെ എയർപോർട്ട്. ഈ എയർപോർട്ടിൽ ഇപ്പോൾ വിമാനത്തിൻ്റെ മൂട്ടിൽ തീ വയ്ക്കേണ്ട കാര്യമില്ല എയർപോർട്ട് സ്തംഭിപ്പിക്കാൻ. എയർപോർട്ടിൻ്റെ ഫൈനാൻസ് സോഫ്റ്റ്വെയർ കേടാക്കി കഴിഞ്ഞാൽ എയർപോർട്ട് സ്തംഭിച്ചോളും, ബാക്കിയെല്ലാം ചുമ്മാ അങ്ങ് നിന്ന് പോകും. ദിസ് ഈസ് വാട്ട് ഈസ് പ്രോബബ്ലി ഗോയിങ് ടു ഹാപ്പൻ എന്ന് എനിക്ക് തോന്നുന്നു. ഈ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സ്ഫോടനം ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷത്തിലുള്ള പലരും, കേരളത്തിൽ നിന്നുള്ള പല രാഷ്ട്രീയ നേതാക്കളും ഇതൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പലരും പറയുന്നുണ്ട് അതായത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. അതൊക്കെ ശരിയാണ്, അതൊക്കെ ശരി. ഇന്നിപ്പോൾ ബീഹാറിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ ബീഹാറിൽ തോറ്റുപോകും എന്ന് മോദിക്ക് ഉറപ്പായി. അപ്പോൾ മോദി അമിത്ഷായെ വിളിച്ചു. എന്ത് ചെയ്യും ചേട്ടാ? ഒരേ ഒരു പണിയേ ഉള്ളൂ, അത് ഡൽഹിയിലൊരു സ്ഫോടനം സംഘടിപ്പിക്കുക. അപ്പം മോഹൻ ഭാഗവത്തിനെ വിളിച്ചു, വേഗം വരണം എന്ന്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ 2 തവണ മോഹൻജി ഭാഗവത്ത് ഡൽഹിയിൽ പോയിട്ടുണ്ട്. ശ്രദ്ധിച്ചിരുന്നോ? നിങ്ങൾ ശ്രദ്ധിക്കില്ല, നിങ്ങൾ RSകാരനല്ലേ. ഈ 2 തവണ അങ്ങേര് പോയത് വെറുതെ അല്ല, ഇതിന് വേണ്ടിയിട്ടാണ്. ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. RSSൻ്റെ കയ്യിൽ നാഗ്പൂർ എന്താ പണി? ഇതിൻ്റെ ഫാക്ടറി അല്ലേ. ബോംബ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ആനപ്പിണ്ടം പോലെ ഇങ്ങനെ ഉരുട്ടി മാറ്റി അവിടെ സ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ്.
എപ്പോൾ വേണമെങ്കിൽ ഡൽഹിയിൽ ഇപ്പോൾ പുതിയ കാര്യാലയം ഉണ്ടാക്കി RSS. അത് അതിൻ്റെ സെക്കൻഡ് ഫ്ലോറിലോ മറ്റുമാണ് ഈ ബോംബ് സ്റ്റോക്ക് ചെയ്യുന്നത്. അങ്ങനെയൊന്നും സാമർഥ്യം, അങ്ങനെ എങ്ങനെയും ബീഹാർ തിരഞ്ഞെടുപ്പ് ജയിക്കുക. അപ്പോൾ അതിനു വേണ്ടി ഒരു സ്ഫോടനം ഉണ്ടാക്കി. അപ്പോൾ ബീഹാറിൽ എന്താ അത് ധ്രുവീകരണം, ആ സാധനം ഉണ്ടാവും. അതെന്താണെന്ന് എനിക്കും അറിയാമല്ലോ കേട്ടോ. ഏതായാലും ധ്രുവീകരണം അതുണ്ടാവുകയും BJP ജയിക്കുകയും ചെയ്യും. ധ്രുവീകരണം വഴിക്കാണ് BJPക്കാരെല്ലാം ഇന്ന് വരെ ജയിച്ചിട്ടുള്ളത്. എവിടെയെങ്കിലും ധ്രുവീകരണത്തിന് കുറവുണ്ടെങ്കിൽ അവിടെ ബോംബ് വെച്ച് കൂടുതൽ ധ്രുവീകരണം ഉൽപ്പാദിപ്പിക്കും. ധ്രുവീകരണ ഫാക്ടറികൾ നാടാകെ തുടങ്ങും. ഇങ്ങനെയൊക്കെയുള്ള പരിപാടിയാണ്. അപ്പം അതുകൊണ്ട് ആരാ ഈ പറഞ്ഞാരാ? മാക്കുറ്റിയോ പൂക്കുറ്റിയോ? മാക്കുറ്റിയുടെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. വേറെ ആളുകൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അത് പറയും. ഞാൻ അതിലും ഭംഗിയായിട്ട് എന്താ സംഭവിച്ചതെന്ന് വിവരിച്ചില്ലേ. ഇതെടുത്തിട്ട് അവർക്ക് ഫേസ്ബുക്കിൽ ഇട്ടാൽ എളുപ്പം. അത്രയും ഭാഗം മാത്രം കട്ട് ചെയ്താൽ TG മോഹൻദാസ് പറയുന്നു. ഞാൻ പറയുന്നു പറഞ്ഞിട്ട് കൊടുത്ത്. അല്ല ഇപ്പോൾ എന്താ ചെയ്യുന്നത് ഇതുപോലത്തെ കാര്യം? എന്തും മറുപടി കൊടുക്കാനാണ്. ഈ ടെറർ ഫാക്ടറികൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നേരത്തെ കുറേ കാലമായിട്ട് ഇത് കേട്ടിരുന്നില്ല. TG പറഞ്ഞു അത് ശക്തമായ നടപടി എടുത്തുകൊണ്ട് ആണ് എന്ന്. പക്ഷേ റാഡിക്കലൈസേഷൻ കൂടുകയാണോ കുറയുകയാണോ? കൂടുകയാണ്. അത് ഒരു സംശയമില്ല. റാഡിക്കലൈസേഷൻ കൂടിക്കൂടി വരുന്നു. ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസായിട്ട് അതിന് വഴിപ്പെടുന്നു. ഇതുവരെ നമ്മൾ കേൾക്കാത്ത ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞിട്ടൊരു വാക്ക് ഇറങ്ങുന്നു. അത് യുണൈറ്റഡ് നേഷൻസിൽ ഒരു ദിവസം ഇസ്ലാമോഫോബിയ ഡേ എന്ന് പറഞ്ഞിട്ടൊരു ദിവസം പ്രഖ്യാപിക്കുന്നു. അതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറേ രാജ്യങ്ങളുണ്ടാകുന്നു. ഇവിടെ ഭാരതത്തിൽ മുസ്ലിങ്ങളെപ്പറ്റി ഒരക്ഷരം മിണ്ടിപ്പോരുത്. മുസ്ലിങ്ങൾ മറ്റേ പഴയ ശ്രീനിവാസൻ്റെ പോളണ്ട് പോലെയാണ്. അവരെ കുറ്റം പറയരുത്, ഒരക്ഷരം മിണ്ടിപ്പോരുത് മുസ്ലിങ്ങളെപ്പറ്റി. അതുമാത്രമല്ല, ഹിന്ദുക്കളെ കുറ്റം പറയുകയും വേണം. ഇത് നേരത്തെ ഉണ്ടായിരുന്നില്ല. നേരത്തെ നിങ്ങൾ മതേതരാണ്, നല്ല മനുഷ്യനാണെങ്കിൽ മുസ്ലിങ്ങളെ പുകഴ്ത്തി പറയണം, മുസ്ലിങ്ങളെ ഉപദ്രവിക്കാതെ അങ്ങനെ അങ്ങ് പോയാൽ മതി. ഇപ്പോൾ അത് പോരാ. ഹിന്ദുക്കളെ ഉപദ്രവിക്കുകയും പരിഹസിക്കുകയും കൂടെ വേണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മതേതരനായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ സമൂഹ മധ്യത്തിൽ. ഇതാണ് റാഡിക്കലൈസേഷൻ. ഇസ്ലാമിനുള്ളിൽ റാഡിക്കലൈസേഷൻ, ഇസ്ലാമിന് പുറത്ത് ഇസ്ലാമിന് അനുകൂലമായ റാഡിക്കലൈസേഷൻ. അപ്പോളജിസ്റ്റുകളെ ഉണ്ടാക്കിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഈ സുനിൽ P ഇടകളൊക്കെ ഇല്ലേ, പൊളിറ്റിക്കൽ ഇസ്ലാമിനോട് ഐക്യപ്പെടണം എന്നൊക്കെ പറയുന്ന അങ്ങേര് പ്രത്യക്ഷത്തിൽ മുസ്ലിമല്ല, മാത്രമല്ല ഹിന്ദുവായിട്ട് അഭിനയിക്കുകയും ചെയ്യും. രാമായണം മഹാഭാരതം ഇതേപ്പറ്റിയൊക്കെ പ്രഭാഷണമൊക്കെ നടത്തും. പറയുന്നത് രാമായണം മഹാഭാരതം ഒന്നുമല്ല, പക്ഷേ വിഷയം ഏതാണെന്ന് പറഞ്ഞിട്ട് ഫലത്തിൽ ന്യായീകരിക്കുന്നത് ഇസ്ലാമിനെയാണ്. അപ്പോൾ അത് ഇസ്ലാമിന് പുറത്ത് റാഡിക്കലൈസ് ചെയ്യപ്പെട്ട മനസ്സുകളുണ്ടാക്കിയിട്ട് അവരെ വെച്ച് ഇസ്ലാമിനെ വാലിഡേറ്റ് ചെയ്യുക, ഇസ്ലാമിൻ്റെ ഓരോ പ്രവൃത്തിയും എക്സ്പ്ലെയിൻ ചെയ്യുക. അവർ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് വെള്ളപൂശുക. പച്ച മലയാളത്തിൽ അങ്ങനെയാണ്, വെള്ളപൂശുക. അപ്പോൾ ഇങ്ങനെ ഇസ്ലാമിനകത്ത് റാഡിക്കലൈസ് ആയിട്ടുള്ള ആൾക്കാരുടെ എണ്ണം കൂടുന്നു. അതൊരു ക്രിട്ടിക്കൽ മാസിൽ, കേരളത്തിൽ അതൊരു ക്രിട്ടിക്കൽ മാസിൽ എത്തിയിട്ടുണ്ട്. ക്രിട്ടിക്കൽ മാസ് എത്തുക എന്ന് വെച്ചാൽ ഇതിൻ്റെ നിയന്ത്രണം അവരുടെ കയ്യിലേക്ക് പോകും. ഇപ്പം കേരളത്തിലെ മുസ്ലിം അജണ്ട തീരുമാനിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട്, SDPI, ജമാഅത്തെ ഇസ്ലാമി, ഈ ചിന്താഗതിയുള്ള ആൾക്കാരാണ്. മെയിൻ സ്ട്രീം എന്ന് പറയുന്ന സമസ്ത അല്ലെങ്കിൽ മുസ്ലിം ലീഗ് അവരവിടെ ഉണ്ട്. അവർ യോഗമൊക്കെ കൂടുന്നുണ്ട്, പാണക്കാട് തങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ബൈറ്റൊക്കെ കൊടുക്കും. ബട്ട് ഹൂ ഡിസൈഡ്സ് ദ അജണ്ട ഡിസൈഡ് ചെയ്യുന്നത് റാഡിക്കൽസാണ്. നേരത്തെ മുസ്ലിം ലീഗായിരുന്നു, ഇപ്പോൾ അത് മുസ്ലിം ലീഗിലെയും അതിന് പുറത്തുമുള്ള റാഡിക്കൽസ് കൂടിയാണ് അജണ്ട തീരുമാനിക്കുന്നത്. ആ അജണ്ടയെ പിന്താങ്ങുന്ന ആൾക്കാരെ നോക്ക്. മുഖ്യധാരയിൽ നിൽക്കുന്ന പഴയ കമ്മ്യൂണിസ്റ്റുകാർ, അവർക്ക് ഇത് ശരിയല്ല എന്നൊക്കെ തോന്നുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ നിശബ്ദരാകുകയും പുതിയ ആളുകൾ, പുതിയ ഒരു സംഘം, അവർ മിക്കവാറും CPM ആണ്, പക്ഷേ അതിനകത്ത് അവർ മുസ്ലിം ആയിരിക്കും. ആ മുസ്ലിങ്ങൾക്കുള്ളിൽ റാഡിക്കൽ മുസ്ലിം ആയിരിക്കും, പക്ഷേ അവിടെ നിന്ന് അയാൾ ഇവരെ സപ്പോർട്ട് ചെയ്യും. സോ ദാറ്റ് ഈസ് ഗോയിങ് ഓൺ, വിച്ച് ഈസ് ഡിഫിക്കൾട്ട് ടു കൺഫ്രണ്ട് ചെയ്യാൻ എളുപ്പമാണ്, ബട്ട് നശിപ്പിച്ച് കളയാൻ പ്രയാസമാണ്. കാരണം അതൊരു ചിന്താധാരയാണ്, ഒരു ചിന്താഗതിയാണ്.